ഗീത പ്രഭാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. ദൃശ്യത്തിലെ കഥാപാത്രം, ശക്തമായുള്ള കഥാപാത്രം. കുങ്കുമപ്പൂ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആശാ ശരത്തിന് ഈ ഒരു റോളിലേക്ക് വിളി വരുന്നത്. പക്ഷേ കുങ്കുമപ്പൂ അഭിനയിച്ച് എത്രയും എപ്പിസോഡുകൾ പോയുള്ള ഒരു സീരിയലിൽ ശരിക്കും പറഞ്ഞാൽ ആശാ ശരത്തിന് 10 രൂപ പോലും ലാഭം എടുത്തേക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത്. കയ്യിൽ നിന്നുള്ള കാശ് നഷ്ടമാണെന്ന് പറയുന്നത്. കാരണം എന്താ, ഇവർ ഷെഡ്യൂൾ തുടങ്ങുമ്പോൾ 2-3 പ്രാവശ്യമൊക്കെ വിളിക്കും. അപ്പോൾ ദുബായിൽ നിന്ന് ബിസിനസ് ക്ലാസ്സിൽ പ്ലെയിനിൽ വന്ന് പോകാനുള്ള കാശ് പോലും ഇവർ കൊടുക്കാറില്ല. 4500 രൂപയാണ് റെമണ്ടേഷൻ ഒരു ദിവസം. അപ്പോൾ അഭിനയത്തോടുള്ള ഫാഷൻ, അങ്ങനെ ഈ ക്യാരക്ടറിനോടുള്ള ഇഷ്ടം, നല്ല ശക്തമായുള്ളൊരു കഥാപാത്രമായിരുന്നു. അത് ജനങ്ങളെ ഏറ്റെടുത്ത സന്തോഷം, കയ്യിലെ കാശ് നഷ്ടം നോക്കാണ്ട് ആ കഥാപാത്രം ഗംഭീരമാക്കിയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ദൃശ്യത്തിലേക്കുള്ള വിളി വരുന്നത്. മീന ചെയ്ത റോളാണ് മോഹൻലാലിൻ്റെ ഭാര്യയായിട്ട് റോളിലേക്കാണ് വിളിച്ചത്. വലിയ സന്തോഷമായി. അങ്ങനെ വന്നപ്പോൾ ഡയറക്ടർ കഥാപാത്രത്തിനെ മാറ്റി. മീന ചെയ്ത കഥാപാത്രം അല്ല, ഗീത പ്രഭാകർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിദ്ദിഖിൻ്റെ ഭാര്യയായിട്ടാണ് അഭിനയിക്കുന്നത്. ആ കഥാപാത്രം പറഞ്ഞു കൊടുത്തപ്പോൾ നമ്മുടെ ആശാ ശരത്ത് പറഞ്ഞു, ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ത്രെഡുള്ള ഒരു കഥാപാത്രമാണ്, ഭയങ്കര ബോൾഡാണ്. ഇത്രയും ഒരു പോലീസ് ഓഫീസർ എനിക്ക് അഭിനയിക്കാൻ എൻ്റെ കയ്യിൽ നിൽക്കില്ല, അത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജിത്തു ജോസഫ് പറഞ്ഞു, അത് ഞാനാണ് സംവിധാനം ചെയ്യുന്നത്. ഏതൊരാളെയും അങ്ങനെ മോൾഡ് ചെയ്തെടുക്കുക നമ്മൾ ചെയ്യുന്നത്. അവർക്ക് ആത്മവിശ്വാസം കൊടുത്തിട്ട് ഈ കഥാപാത്രം അവരെ കൊണ്ടെടുത്ത് ചെയ്യിപ്പിച്ചിട്ട് വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ മീനയുടെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പ്രത്യേകിച്ച് പല മുഖഭാവങ്ങളിൽ കൂടിയും പല അഭിനയ ഇതിൽ കൂടിയും കടന്നു പോകുന്ന ഒരു കഥാപാത്രമാണ്. മകൻ നഷ്ടപ്പെട്ട് അതിൻ്റെ വിഷമങ്ങൾ, ജോലിയുടെ പ്രശ്നങ്ങൾ, ആ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ കുറേ ഭാവങ്ങളും കുറേ അഭിനയങ്ങളും കാഴ്ചവെക്കാവുന്ന ഒരു കഥാപാത്രമാണ് പോലീസ് ഓഫീസർ. അത് ഏറ്റെടുത്തു. പക്ഷേ പടം ഫൈനലായപ്പോൾ ഇത് ആശാ ശരത്ത് തന്നെയാണോ ചെയ്തത് എന്ന് ആശാ ശരത്തിന് സംശയമായി. അത്രയും ശക്തമായുള്ളൊരു കഥാപാത്രം വേറെ ഒന്നും കിട്ടിയിട്ടില്ല ആശാ ശരത്തിന്. അപ്പോൾ ഒരു സംവിധായകൻ വിചാരിച്ചാൽ അഭിനയിക്കാനുള്ളൊരു പാഷൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് കഥാപാത്രം ചെയ്യാം എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ആശാ ശരത്ത്. സിനിമയോടും അഭിനയത്തിനോടുമുള്ള പാഷൻ തന്നെയാണ് ഇപ്പോൾ ആ നടീനെ വിജയത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു നർത്തകിയായിട്ട് എത്ര ആളറിയും, പക്ഷെ ഒരു സിനിമ നടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ആളറിയും. അപ്പോൾ അത് സിനിമ നടിയായിട്ട് ആൾക്കാരെ അറിയുന്നതാണ് ഏറ്റവും അധികം സന്തോഷം. അതങ്ങനെ തന്നെ പോട്ടെ. അപ്പോൾ ദൃശ്യം 3ക്ക് വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഒരുപാട് കഴിവുകളുള്ള ഒരു കലാകാരിയെ ദൃശ്യം 3യിൽ നിന്ന് ഒരു ഡയലോഗ് പോലും കൊടുക്കാതെ ഒതുക്കി. ഇതിൻ്റെ കാരണം അത് ജിത്തുമായിട്ട് എന്തോ ഒരു കുശുമ്പ് തോന്നിയിട്ടാന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ശരിക്കും ആശാ ശരത്ത് ചെയ്യുന്ന ക്യാരക്ടർ സിദ്ദിഖ് ചെയ്തുകൊണ്ട് ആ സിനിമനെ നശിപ്പിച്ച് കളഞ്ഞു. ആശാ ശരത്താണ് ആ കഥാപാത്രം ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ സിനിമ 300 കോടിയല്ല 1000 കോടി കളക്ട് ചെയ്തേനെ. നന്ദികേടാണ് ജിത്ത് ചെയ്തത്.